ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കാനറ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം പൂരിപ്പിച്ചാലോ? ഇവിടെ ബ്രാഞ്ച് നെയിം എന്ന് കാണും. അത് നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൻ്റെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പം ഞാൻ പോകുന്നത് തിരൂരങ്ങാടി ബ്രാഞ്ചിലാണ്. പിന്നെ ഇവിടെ ബ്രാഞ്ച് കോഡാണ് ചോദിക്കുന്നത്. കോഡ് അവിടുത്തെ ബ്രാഞ്ചിൻ്റെ കോഡാണ്. അത് അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ എൻ്റെ അക്കൗണ്ട് ന്യൂ അക്കൗണ്ടാണ്, പുതിയ അക്കൗണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്നത് നോർമൽ, സ്മോള്, മൈനർ അക്കൗണ്ട് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഞാൻ മൈനർ അക്കൗണ്ട് ആണെങ്കിൽ മൈനർ അക്കൗണ്ട് ആക്കുക. ഞാൻ നോർമൽ ആയിട്ടുള്ള അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. പിന്നെ ചോദിക്കുന്നത് പേരാണ്. ഞാനിപ്പോൾ എൻ്റെ പേര് എഴുതുന്നുണ്ട്. പിന്നെ ചോദിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. പിന്നെ നമ്മുടെ കാറ്റഗറി മെയിലാണോ ഫീമെയിൽ, ആണാണോ പെണ്ണാണോ എന്നുള്ള ചോദ്യമാണ്. അതിൽ ഞാനിതാ ഫീമെയിൽ ടിക്ക് ചെയ്തു. പിന്നെ ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞതാണോ കഴിയാത്തയാണോ സിംഗിൾ ആണോ ഡിവോഴ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാനിതാ അത് മാരീഡ് അടിക്കുന്നുണ്ട്. പിന്നീട് ചോദിക്കുന്നത് ഫാദറിൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഫാദറിൻ്റെ പേര് എഴുതുകയാണ്. പിന്നെ ചോദിക്കും മദറിൻ്റെ പേരാണ്. പിന്നെ ചോദിക്കുന്നത് ഭർത്താവിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ ഇല്ലിറ്ററേറ്റർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എഴുതാനും വായിക്കാനും അറിയുന്ന ആളാണെങ്കിൽ ഇല്ലിറ്ററേറ്റർ നമ്മൾ എസ് അടിക്കുക. അറിയാത്ത ആളാണെങ്കിൽ നമ്മൾ എഴുതാനും വായിക്കുന്ന അറിയുന്ന ആളാണെങ്കിൽ ഇത് നോ അടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചോദ്യം ഇന്ത്യൻ ആണോ എന്നുള്ളതാണ്. ഇന്ത്യൻ ടിക്ക് അടിക്കുക. പിന്നെ നമ്മൾ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പ് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഞാനിതാ ഇപ്പോൾ ജോലി അടിക്കുന്നത് ഹൗസ് വൈഫാണ്. സിറ്റിസൺഷിപ്പ് ചോദിക്കുന്നുണ്ട്, അവിടെ ഇന്ത്യൻ എഴുതി. പിന്നെ ചോദിക്കുക ആനുവൽ ഇൻകം ആണ് ചോദിക്കുക. ഞാൻ ഹൗസ് വൈഫാണ്, അപ്പോൾ ഇൻകം ഒന്നുമില്ല, അപ്പം നില്ലടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാറ്റഗറിയാണ്, നമ്മൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്നുള്ള കാറ്റഗറിയാണ്. അതിൽ അപ്പോൾ റിലീജിയൻ ചോദിക്കുമ്പോൾ ഞാനിതാ ഹിന്ദു ആണ്, OBC ആണ്. പിന്നെ ഡിസബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിസബിലിറ്റി ഇല്ലാത്തവനെ കൊണ്ട് നോ അടിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ഏതുവരെ പഠിച്ചു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഗ്രാജുവേറ്റ്, 10th അല്ലെങ്കിൽ 9 അങ്ങനെ നമ്മുടെ എല്ലാ കാറ്റഗറി ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ 10th ക്ലാസ് പാസ്ഡ് അടിച്ചു കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്മളിവിടെ വരുന്നത് ടെലിഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് നമ്മളെ ടെലിഫോൺ നമ്പർ എഴുതുക. പിന്നെ ഇവിടെ ഇന്ത്യൻ്റെ IN കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട് പേജിൽ ഇത്രയേ ഉള്ളൂ പൂരിപ്പിക്കാനായിട്ട്. പിന്നെ അടുത്ത പേജ് വരുന്നത് നമ്മുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. ഇവിടെ അഡ്രസ്സ് ആണ് ചോദിക്കുന്നത്, വില്ലേജും ഡിസ്ട്രിക്റ്റും അഡ്രസ്സും സ്റ്റേറ്റൊക്കെ ചോദിക്കുന്നത്. അപ്പം ഞാനിത് എൻ്റെ വീട്ടുപേര് എഴുതുകയാണ്. സ്ഥലം തിരൂരങ്ങാടിയാണ് വരുന്നത്. അപ്പം നമ്മൾ തിരൂരങ്ങാടി എഴുതി. നമ്മുടെ വില്ലേജ് ചോദിക്കുന്നുണ്ട്, വില്ലേജും തിരൂരങ്ങാടിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, അത് കേരള എഴുതി. പിന്നെ ഡിസ്ട്രിക്റ്റാണ് ചോദിക്കുന്നത്, മലപ്പുറമാണ്, മലപ്പുറം എഴുതി. പിൻ നമ്പർ ചോദിക്കുന്നുണ്ട് നമ്മുടെ, അപ്പോൾ അവിടെ പിൻ നമ്പറും എഴുതി. പിന്നെ കൺട്രി ചോദിക്കുന്നുണ്ട്, അവിടെ നമ്മൾ ഇന്ത്യ എഴുതി. പിന്നെ ഇത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സ് ടൈപ്പാണ്. നമുക്ക് ഇത് സെയിം ആണ്, എൻ്റെ അഡ്രസ്സ് സെയിം ആണ്, അപ്പോൾ സെയിം ആസ് അടിക്കുക. അല്ലാത്തവർ അടുത്ത അഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. ഇവിടെ നമ്മളിവിടെ പേരെഴുതി ഒപ്പിടാനുള്ള സ്ഥലമാണ്. ഇവിടെ പേരെഴുതി ഒപ്പിടുക. ഇവിടെ ഒരു ഫോട്ടോയും വെക്കുന്നതാണ്, ഫോട്ടോ വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൂന്നാമത്തെ പേജാണ്. മൂന്നാമത്തെ പേജിൽ ഇവിടെ എൻ്റെ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടാണ്. ഞാൻ സെൽഫായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചോദിക്കുന്നുണ്ട് ജോയിൻ്റ് ആയിട്ടാണോ സെൽഫായിട്ടാണോ എന്ന്. അപ്പോൾ ഞാനിവിടെ സെൽഫായിട്ടാണ്. പിന്നെ ചോദിക്കുന്നത് ATM കാർഡ് വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ATM കാർഡ് എനിക്ക് വേണം, അപ്പോൾ S അടിച്ചു. ചെക്ക് ബുക്കും എനിക്ക് വേണം, അതും S അടിച്ചു. ഞാൻ ഫസ്റ്റ് അപ്ലിക്കൻ്റ്, അതും S അടിച്ചു. പിന്നെ ചോദിക്കുന്നത് SMS അലേർട്സ്, ഫോൺ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, പാസ്ബുക്ക്, ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് SMS വേണം, പാസ്ബുക്കും വേണം. അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി ടിക്ക് അടിക്കാം. പിന്നെ മുകളിൽ ഒരു ഡേറ്റിൻ്റെ കോളം ഉണ്ട്, അവിടെ നമ്മൾ ഇന്നത്തെ ഡേറ്റും എഴുതി കൊടുക്കാം. ശേഷം നാലാമത്തെ പേജാണ്, അതായത് അവസാനത്തെ പേജാണ്. ഇതിനകത്ത് ചോദിക്കുന്നത് നോമിനിയുടെ ഡീറ്റെയിൽസ് ആണ്. നോമിനി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. നോമിനിയുടെ ഡീറ്റെയിൽസ് നിർബന്ധമാണിപ്പം. അപ്പം ഞാനിത് എൻ്റെ അച്ഛൻ്റെ പേര് നോമിനിയായിട്ട് വെച്ച ശേഷം അവരുമായിട്ട് ബന്ധം ചോദിക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഞാനിവിടെ ഫാദറിന് എഴുതി. അതിന് ശേഷം അച്ഛൻ എത്ര വയസ്സായെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ 70 വയസ്സായി. പിന്നെ ഇവിടെയുള്ള ഈ കോളത്തിനകത്ത് പേരെഴുതി ഒപ്പിടാനുള്ളതാണ്.
ഇതും ലാസ്റ്റിലെ കോളം. അത് രണ്ടിടത്തും ഞാൻ പേരെഴുതി ഒപ്പിട്ട് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ ഫോമിനകത്ത് പൂരിപ്പിക്കാനായിട്ട്. അത്രയും ഭാഗങ്ങൾ പൂരിപ്പിച്ച് പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡും കൂടെ ബാങ്കിനകത്തും തരും. അപ്പോൾ ബാങ്കിൽ നമ്മളിവിടെ ഫോട്ടോ ഒട്ടിച്ച ശേഷം ഇവിടെ 1 2 എന്ന് പറഞ്ഞൊരു സ്ഥലം കാണുന്നുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ സൈനാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു ഫോട്ടോയും ഒട്ടിച്ച ശേഷം ബാങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ കനറ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഫില്ല് ചെയ്യാനായിട്ട്.